ഈ ലോകം എത്ര സുന്ദരമാണ്. വെൽക്കം ടു മൈ പാരഡൈസ്. എന്റെ ഈ കൊച്ചു പരദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ എന്താ ഈ വേഷത്തില്? ഇപ്പൊ നാടകത്തില? ഇത് ഒറിജിനലാ. ഇവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. സന്തോഷം പടരട്ടെ. വാ. ഇവനല്ലല്ലോ അവൻ. ഇത് കണ്ടോ, അമേരിക്കനാ, അബിബാസ്. ഇപ്പൊ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അഡിഡാസ്. ഇരിക്കി. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല. ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? അതനുഭവിച്ചറിയാനുള്ളത്. ആനമൂളി തുടങ്ങി ആനക്കട്ടി വരെ നീളുന്ന ആർക്കും പിടിതരാത്ത വല്ലാത്തൊരു നാട്. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഒരിടത്ത് മഞ്ഞ് പെയ്യുമ്പോ മറ്റൊരിടത്ത് വെയിൽ വെട്ടം പരത്തും. വേട്ടക്കാരനെ കണ്ടിട്ടുണ്ടോ? മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെണ്ണയൻ ഇത്ര പെട്ടെന്ന് സിനിമയിലും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ ഈ കൂടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നിമിഷത്തിലെങ്കിലും നമുക്ക് നമ്മളായിട്ട് ജീവിച്ചൂടെ? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഇതേപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം. സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതി. എന്താപ്പാ പാക്കവേ ரொம்ப കഷ്ടമാ இருக்கு. പ്രണയം അത് പ്രാണനെ പോലെയാണ്. പ്രണയമില്ലാത്തടത്ത് പ്രാണനുമില്ല. എല്ലാ സങ്കടങ്ങളും കെട്ടഴിച്ചു വിട്ട് ടേക്ക് വിത്ത് യു ദ മാജിക് ഓഫ് വൈൽഡ്നെസ് ആൻഡ് ബിഹൈൻഡ് ഓൺലി ട്രൈസസ് ഓഫ് യുവർ ഹാപ്പിനെസ്. ജീവിതം എന്ന നാടകത്തിലെ സന്തോഷങ്ങളും വിഷമങ്ങളും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന അപൂർവ നിമിഷങ്ങളാണ്. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവണം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? നോക്കടാ, വിഷ്വൽ ബ്യൂട്ടി അല്ലേ? നീയൊക്കെ വൈപ്പിനി കിടന്ന് എന്താ കാണുന്നത്? മണ്ട പോയ തെങ്ങ. ദിനേശ, താനിവിടെ എന്തൊരു മായാജാലം. ഞാനവിടെ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഫാമിലിയിൽ സില്ലി മാറ്റേഴ്സിന് വേണ്ടി എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. എനിക്കിതുപോലെ കുറെ ആൾക്കാരുണ്ട് പല സ്ഥലത്തായിട്ട്. എനിക്ക് അവർക്ക് വേണ്ടി ജീവിക്കണ്ടേ? ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഏതായാലും അനിയും വന്നത് നന്നായി. എന്താ കിട്ടണ തല്ല് ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ.